സാറേ, നരേന്ദ്രമോദി വീണ്ടും അധികാരത്തിലെത്തി. അത് നമുക്കറിയാവുന്ന ഒരു കാര്യം. പക്ഷെ അദ്ദേഹം ഈ മൂന്നാമതും അധികാരത്തിലെത്തിയതിന് ശേഷം പ്രകടമായ എന്തെങ്കിലും മാറ്റം അദ്ദേഹത്തിനുണ്ടായിട്ടുണ്ട്? അദ്ദേഹത്തിന് ഇപ്പം നമ്മൾ നോക്കുമ്പോൾ ഒരു സന്യാസിയുടെ മുഖഭാവവും രൂപഭാവവും അത്തരം അംഗചലനങ്ങളും ഒക്കെ അല്ല, സന്യാസത്തിന് തയ്യാറാവുമെന്ന് തോന്നുന്നു. നമ്മുടെ ഒരു ഇന്ത്യൻ പാരമ്പര്യം അനുസരിച്ചിട്ട് അങ്ങനെയാണ്. ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, സന്യാസം, വാനപ്രസ്ഥം, അങ്ങനെ തോന്നുന്നത്. അപ്പം ഈ ഒരു ഓർഡറിലാണ് കാര്യങ്ങൾ പോകുന്നത്. അതിൽ സന്യാസമാണോ വാനപ്രസ്ഥമാണോ അവസാനം വരുന്നതായിട്ട് എനിക്ക് കൺഫ്യൂഷൻ. അതായത് ആ രീതിയിലാണ്. അപ്പം ഗാർഹസ്ഥ്യം അങ്ങേക്കില്ല. പിന്നെ അടുത്ത ഒരു സ്റ്റേജാണ്. അപ്പോൾ ആ സ്റ്റേജിലേക്ക് പോകാൻ വേണ്ടി അദ്ദേഹം തയ്യാറെടുക്കുകയാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ അതിലുപരിയായിട്ട് ഈ ടൈമിൽ നമ്മൾ മോഡിയുടെ അതിന് പ്രതീക്ഷിച്ച് 3-4 പ്രധാനപ്പെട്ട നിയമ നിർമ്മാണങ്ങളുണ്ട്. അതിലൊന്ന് മത പരിവർത്തന നിരോധിത നിയമമാണ്. അതിന് ഭരണഘടന എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അമെൻഡ് ചെയ്യണം, ഭേദഗതി കൊണ്ടുവരണം. ആ ഭേദഗതി കൊണ്ട് ആ രീതിയിൽ പവർ എവിടെ വേണം? രാജ്യസഭയിലും ലോക്സഭയിലും പിന്നെ ഈ സംസ്ഥാനങ്ങളുടെ നിയമസഭയിലും വേണം. സംസ്ഥാന നിയമസഭകളിലുണ്ട്. ഇപ്പോൾ BJP ആണ് ഭൂരിപക്ഷം ഭരിക്കുന്നത്. രാജ്യസഭയിൽ ഇപ്പം ഭൂരിപക്ഷമുണ്ട്, പക്ഷെ ലോക്സഭയിൽ ഭൂരിപക്ഷം ഇല്ലാതായി. അപ്പം ഇതിനെ പറ്റിയിട്ട് മതപരിവർത്തന നിരോധന നിയമം കൊണ്ടുവരണമെന്ന് പറയാൻ കാരണം വെച്ചാൽ അമേരിക്ക അവരുടെ ലോങ് ടൈം സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ടാണ് പണ്ടേ ഈ നോർത്ത് ഈസ്റ്റിൽ ബ്രിട്ടീഷുകാർ പോയതിനു ശേഷം പിന്നെ അവരാണ് ഈ പരിവർത്തനം പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നത്. അപ്പം അന്ന് നമുക്കതിനെ കൗണ്ടർ ചെയ്യാൻ പറ്റിയിരുന്നില്ല. കൗണ്ടർ ചെയ്യാൻ പറ്റാതിരിക്കാൻ കാരണം എന്ന് വെച്ചാൽ എന്തെങ്കിലും രീതി കഴിഞ്ഞാൽ അമേരിക്ക നേരിട്ട് നമ്മളെ അറ്റാക്ക് ചെയ്യുന്ന രീതി ഉണ്ടായി, പല രീതിയിൽ ഡീസ്റ്റെബിലൈസ് ചെയ്യും. പക്ഷേ ഇങ്ങനെ നിയമം ഉണ്ടെങ്കിൽ അത് വലിയ തടയാണ്. അതുകൊണ്ടാണ് ഇന്ത്യയിൽ ഈ ജനാധിപത്യം സെക്യുലേഴ്സ് ഹനിക്കപ്പെടുമെന്ന് പറയുമ്പോൾ ഇത് മുസ്ലിംസ് കൊല ചെയ്യപ്പെടുന്നത് അമേരിക്കയിൽ വലിയ സന്തോഷമുള്ള കാര്യമാണ്. പക്ഷേ മുസ്ലിംസിനെതിരെ അക്രമങ്ങളും അമേരിക്ക ആവുന്നത് വലിയ കോൺഗ്രസ് റിപ്പോർട്ടുകളിലൊക്കെ മതസ്വാതന്ത്ര്യം ഹനിക്കപ്പെടുന്നു എന്ന് പറയുന്നത് അവരുടെ ഇൻട്രസ്റ്റ് ഇവിടെ നടക്കില്ല. അവരുടെ വിഭാഗത്തിന് ഇവിടെ മതമാരത്തിലൂടെ ഉണ്ടാക്കാൻ ശക്തിപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. അത് നടക്കില്ല. അതുകൊണ്ടാണ് അവർക്ക് അതല്ല മുസ്ലിങ്ങൾ കൊല്ലപ്പെടുന്നത് അമേരിക്ക ഭയങ്കര സന്തോഷം. ആൻറ്റി മുസ്ലിംസ് ആയിട്ടുള്ള ആളുകളാണ് അമേരിക്കയിൽ. കത്തോലിക്കർ അത്ര ആൻറ്റി മുസ്ലിംസ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. സത്യം പറയാലോ, കത്തോലിക്ക കുരിശുദ്ധമൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ പോലും കത്തോലിക്കർ ഇവരായിട്ട് പണ്ടേ നല്ല ബന്ധങ്ങളൊക്കെ ഉള്ളതാണ്. ആൻറ്റി മുസ്ലിമായിട്ട് എനിക്ക് ഏറ്റവും തോന്നിയ കുറേ ഇവാഞ്ചലിസ്റ്റുകളും ഈ ബന്ധക്കോസ്തുകാരൊക്കെ പുറത്ത് കാണിക്കില്ല എന്നുള്ളൂ. പുറത്ത് കാണിക്കുക കുറച്ച് കത്തോലിക്കരായിരിക്കും, പക്ഷേ ബേസിക്കലി ഇതാണ്. അപ്പം അമേരിക്കയെ സംബന്ധിച്ച് മുസ്ലിംസ് പറയുമ്പോൾ അത് സന്തോഷമുള്ള കാര്യം. പക്ഷേ അത് എന്തുകൊണ്ട് മുസ്ലിംസ് പറയുമ്പോൾ അവർ ചാടി ഇടപെടുന്നു എന്ന് വെച്ചാൽ അത് അവരെ കൂടി ഇൻട്രസ്റ്റിനെ ബാധിക്കുന്നുണ്ടോ. അപ്പം സെക്യുലാരിസം എന്ന് പറഞ്ഞാൽ അവർ ഇടപെടും. അപ്പം ആ ബില്ല് കൊണ്ടുവരാൻ പറ്റില്ല എന്നുള്ളത് BJPക്ക് മോഡിക്ക് ഭയങ്കര ക്ഷീണമാണ്. RSSന് ക്ഷീണമെന്ന് വെച്ചാൽ അല്ല, RSS നല്ല നാളെ കൊണ്ടുവരേണ്ട കൊണ്ടുവരും. കാരണം മോഡീനെ എങ്ങനെ ചെറിയൊരു അംഗബലത്തിൽ കുരുക്കിയിട്ടത് RSS ആണ്. മറ്റൊന്നും കൊണ്ടല്ല, മോഡിയുടെ കളി കുറച്ച് കൂടിപ്പോയി. മോഡിയുടെ കളിയല്ല, മോഡിയുടെ കൂടെ നിൽക്കുന്ന ആളുകളെ കളി കുറച്ച് കൂടിപ്പോയി എന്നുള്ള RSSൻ്റെ തോന്നൽ. പിന്നെ ആ പ്രാണപ്രതിഷ്ഠ ഉൾപ്പെടെയുള്ള ചടങ്ങിൽ മോഡി പ്രധാനപ്പെട്ട കാർമ്മികൻ എന്ന രീതിയിൽ പങ്കെടുത്ത് കാർമ്മികത്വം വഹിച്ചത് ഉത്തരേന്ത്യയിലുള്ള സവർണ്ണ വിഭാഗങ്ങൾക്ക് പിടിച്ചിട്ടില്ല. ആ മോഡിയല്ല ആരായാലും ഓരോരുത്തർക്കും കാര്യം പറഞ്ഞിട്ടുണ്ട്, അത് ചെയ്താൽ മതി. അതുകൊണ്ട് തന്നെ മോഹൻ ഭഗവത് അവിടെ അതൊന്നും പോയില്ല, സൈഡിൽ ഇരുന്നാലേ ഉള്ളൂ. അത് ചെയ്യേണ്ടത് പൂജാരിമാരാണ്. അപ്പം അത് ഇന്റേണലായിട്ട് BJPനെ എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ ആ വിചാരിച്ച സ്പീഡിൽ പോകാൻ പറ്റാത്തതിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ട്. രണ്ടാമത്തെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ റഷ്യയുമായിട്ട് ഇന്ത്യ അടുത്തത് സത്യത്തിൽ അമേരിക്കയെ വല്ലാതെ ചൊടിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ റഷ്യനെ ഒരു കൊണ്ടെന്ന് പതുക്കെ ഇങ്ങനെ ഒറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് മോഡി അവിടെ പോകുന്നത്. പണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി റഷ്യയിൽ പോയ ന്യൂസേ ആയിരുന്നില്ല. ജാപ്പനീസ് പിന്നെ ഫിനാൻസ് മിനിസ്റ്ററെ കാണാൻ ഇന്ത്യൻ പ്രധാനമന്ത്രി പോയിട്ട് സമ്മതിക്കാതെ നിന്നിട്ടുണ്ട്. ചന്ദ്രശേഖരൻ്റെ കാലഘട്ടത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ത്യൻ ഫിനാൻസ് മിനിസ്റ്റർ മാറ്റും അപ്പോയിൻമെൻറ്റ് കൊടുക്കാതെ വൈകിപ്പിച്ചിട്ടുണ്ട്. ഇപ്പം ഇന്ത്യൻ പ്രധാനമന്ത്രിയെ കാണാൻ ആളുകൾ വെയിറ്റാണ്, അല്ലെങ്കിൽ ഫൈനാൻസ് മിനിസ്റ്ററെ കാണാൻ ആളുകൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വലിയ രാജ്യങ്ങളുടെ പ്രതിനിധികൾ, അമേരിക്ക ഒഴിച്ചു എന്ന് വേണമെങ്കിൽ പറയാം, വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് ഇപ്പം നമ്മുടെ രാജ്യത്തുള്ളത്. അപ്പോൾ ആ സാഹചര്യത്തിലാണ് മോഡി അവിടെ പോയിട്ട് പുട്ടിനെ കെട്ടിപ്പിടിക്കുന്നത്. അത് അമേരിക്കയ്ക്ക് ഒരു ഈർഷ്യ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഈർഷ്യ ഉണ്ടാക്കിയതിൻ്റെ ഒരു ആഫ്റ്റർ ഇഫക്റ്റ് എന്ന് നമ്മൾ കാണുന്നതെന്ന് വെച്ചാൽ ഇന്ത്യയിൽ വൻ പ്രൊജക്റ്റുകൾ പ്രഖ്യാപിക്കുന്ന പലരും ഒന്ന് സ്ലോ ഡൗൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് നമ്മളിപ്പം അമേരിക്ക ആ രീതിയിലാണ് വർക്ക് ചെയ്യുക. അവരുടെ കയ്യിലുള്ള അവരവരുടെ സ്വാധീനശക്തി, സാമ്പത്തികമായിട്ടുള്ള സ്വാധീനശക്തിയാണ് ആദ്യം ഉപയോഗിക്കുക. ഒരാളുടെ എതിർപ്പ് വന്നു കഴിഞ്ഞാൽ അതിൽ അവർ നമ്മൾ മെരണ്ടില്ലെങ്കിൽ മാത്രമാണ് അവർ മെരുക്കാൻ വേണ്ടിയിട്ട്, മെരുങ്ങിയില്ലെങ്കിൽ എന്ത് ഉപയോഗിക്കും? ഈ പറഞ്ഞ സൈനിക ശക്തി ഉപയോഗിക്കുള്ളൂ, അല്ലെ അട്ടിമറി സംഘടിപ്പിക്കും. ഈ ഭരണാധികാരിനെ കൊന്നു കളയും, അല്ലെങ്കിൽ ഗവൺമെൻറ്റിനെ മാറ്റി മറിച്ച് കളയും. ശ്രീലങ്കയിലൊക്കെ ചെയ്തോളും. ഇല്ലെങ്കിലാണ്
അവസാനം ഇയാൾ നേരിട്ട് ഇടപെടുക, അട്ടിമറി എന്ന രീതിയിൽ ആ രീതിയിൽ ഇടപെടുക. ഇതാണ് അമേരിക്കയുടെ രീതി. ഒന്നാമത്തെ സ്റ്റേജിൽ എത്തിയിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. ആ രീതിയിൽ നമ്മൾ വിചാരിച്ച പോലെ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും ആ രീതിയിൽ വൻ രീതിയിൽ വരുന്നില്ല എന്നുള്ള പ്രശ്നം ബിറ്റ്വീൻ. ആ ഒരു ഡെൻ്റ് ഒന്ന് മെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ചതുക്കെ ഒന്ന് ശരിയാക്കാൻ വേണ്ടിയിട്ടാണ് മോഡി സെലൻസ്കിനെ പോയി കാണുന്നു. ആ രീതി പിന്നെ ഇസ്രായേലുമായിട്ടുള്ള ബന്ധം കൂടുതൽ ദൃഢമാക്കുന്നു. ഇസ്രായേലിനെ ഇന്ത്യനെ അമേരിക്കയുടെ മീഡിയേറ്ററായിട്ട് ഉപയോഗിക്കാം എന്നാണ് ഇന്ത്യ കരുതുന്നത് ഞാൻ തോന്നുന്നത്. അതേസമയം തന്നെ പുട്ടിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു ലോകത്തിലെ ഒച്ച ശബ്ദമാണ്. പുട്ടിൻ ഇപ്പോഴും ലോകത്തെ ഏറ്റവും കൂടുതൽ കേൾക്കപ്പെടുന്ന രണ്ടാമത്തെ പൊളിറ്റിക്കലായിട്ടുള്ള വോയിസ് പുട്ടിനാണ്. ആ രീതിയിലാണ് അദ്ദേഹം ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പം പഴയ ഒരു ഗതിവേഗം നമ്മൾ കാണുന്നില്ല. അതെനിക്ക് തോന്നുന്നു ഇതുകൊണ്ടാണ് ആ പഴയ ഗതിവേഗത്തിൽ കാര്യങ്ങൾ ചെയ്യാനുള്ള മെജോറിറ്റി. പക്ഷേ നമ്മൾ ഈ പറയുന്നെങ്കിലും ഈ സാറി നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം റഷ്യയിൽ പോകുന്നു, അത് കഴിഞ്ഞിട്ട് ഇപ്പുറത്ത് യുക്രൈനിലേക്ക് പോകുന്നു. ഇവിടെ രണ്ടിടത്ത് പോകുമ്പോഴും ഇദ്ദേഹത്തിന് ഒരുപോലെയുള്ള സ്വീകാര്യത കിട്ടില്ല. റഷ്യയിൽ പോയ സമയത്ത് യുക്രൈനിലെ ഭരണാധികാരി വളരെ നെഗറ്റീവായിട്ടാണ് പ്രതികരിച്ചത്. അതിനുശേഷമാണ് രണ്ടാമത് അദ്ദേഹത്തിന് അവിടെ പെർമിഷൻ കൊടുത്തത്. പിന്നെ നല്ല വാമായിട്ട് അവിടെ വെൽക്കം കിട്ടി. അപ്പോൾ എനിക്ക് തോന്നുന്നത് റഷ്യയിൽ പോയ സമയത്ത് ഉണ്ടായിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള റെസ്പോൺസ് കണ്ടിട്ടാണ് വളരെ വാമായിട്ടുള്ള ഒരു പിന്നെ സന്ദർശനത്തിന് രണ്ടാമത് ശ്രമിച്ചതെന്നാണ്. അത് പക്ഷേ വിജയമായിരുന്നു. പക്ഷെ ഇതെല്ലാം ഈ അമേരിക്കയിലെ ഇലക്ഷൻ റിസൾട്ടിനെ ആശ്രയിച്ചിരിക്കുന്നുണ്ട്. ഇപ്പം ട്രംപാണ് ഭരണാധികാരിയായി അവിടെ പ്രസിഡന്റായി വരുന്നതെങ്കിൽ ഒരു ട്രംപ് പുട്ടിൻ മോഡി കൂട്ടുകെട്ട് വരും. അപ്പോൾ മോഡി കൂടുതൽ പവർഫുള്ളാവും. അതല്ല കമലാ ഹാരിസാണ് വരുന്നതെങ്കിൽ ഇന്ത്യക്കാരി അമേരിക്കൻ പ്രസിഡന്റായി നമുക്ക് സന്തോഷിക്കാം, ഇന്ത്യൻ വംശജായതിൽ സന്തോഷിക്കാം. പക്ഷെ നമുക്ക് കൂടുതലൊന്നും പ്രതീക്ഷിക്കാൻ പറ്റും. അതാണ് അതിൻ്റെ ഒരു കാര്യം. മറ്റേതല്ല, അവിടെ ട്രംപ് വന്ന ട്രംപ്, പുട്ടിൻ, നെതന്യാഹു ആൻഡ് മോഡി, ഇവര് 4 പ്രധാനപ്പെട്ട നേതാക്കന്മാർ. ലോകത്ത് ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന 4 നേതാക്കന്മാരായിട്ട് ഈ ഒരു സർക്കിളായിരിക്കും 5 വർഷമെങ്കിലും ലോകം ഭരിക്കും. എപ്പോഴും ലോകത്തെ ശ്രദ്ധിക്കപ്പെടുന്ന നേതാക്കൾ, ഇപ്പോഴും ശ്രദ്ധിക്കപ്പെടുന്ന ആളൊരാളാണ് മോഡി. പക്ഷെ മോഡിയുടെ ഫ്രണ്ട്സ് അല്ല പല വരുന്നത്. ബൈഡൻ ഈസ് നോട്ട് മോഡീസ് ഫ്രണ്ട്. മനസ്സിലായി? ഇംഗ്ലണ്ടിലാണ് മോഡിയുടെ ഫ്രണ്ട് അല്ല. അപ്പോൾ അന്ന് ജോൺസൺ മോഡിയുടെ ഫ്രണ്ടായിരുന്നു. സുനക്കും ഏതാണ്ട് ഇപ്പോൾ മോഡിയായിരുന്നു. ജസ്റ്റിൻ ട്രൂഡർ പക്ഷെ ഇപ്പം പണി കെട്ടിയിരിക്കുകയാണ്. ഇനിയിപ്പോ അതിനേക്കാട്ടും കൂടിയായിട്ടായിരിക്കും ചിലപ്പോൾ അവിടെ വരാൻ പോകുന്നത്. നെതന്യാഹു ഫ്രണ്ടാണ് ഓൾവേസ്. നെതന്യാഹു ഫ്രണ്ടാണ്. അപ്പൊ ഇങ്ങനെയുള്ള പ്രശ്നം. മറ്റേതല്ല, റഷ്യ പുട്ടിൻ അപ്പുറത്ത്, പുട്ടിൻ ഫ്രണ്ടാണ്. നെതന്യാഹു ഇപ്പുറത്ത് അമേരിക്കൻ പ്രസിഡന്റ് കൂടി ഫ്രണ്ടായി കഴിഞ്ഞാൽ വലിയൊരു ശക്തിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അമേരിക്കയിൽ കടുത്ത മത്സരമാണ്. അവിടെ ട്രംപ് ജയിക്കുന്നതാണ് ഇന്ത്യക്ക് നല്ലത്. ഇന്ത്യക്ക് നല്ല ട്രംപ്. അതുകൊണ്ടാണ് ഇന്ത്യക്കാർ ട്രംപിനെ സപ്പോർട്ട് ചെയ്യുന്നത്. അതായത് ഈ ട്രംപിന് വെടി കൊണ്ടതൊക്കെ ആളുകൾ മറന്നുപോയെന്ന് തോന്നുന്നു. ട്രംപിനെ വെടിയാക്കുക അതൊക്കെ നാടകം പോലെ ആളുകൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ട്രംപ് നാടകത്തിനാണെന്നുള്ള തോന്നലുണ്ട്. പിന്നെ ഈ പറഞ്ഞ വാൾസ്ട്രീറ്റ് ട്രംപിനെതിരാണ്. കാരണം ട്രംപ് മോഡീനെ സപ്പോർട്ട് ചെയ്യാൻ വാൾസ്ട്രീറ്റ് പിടിക്കില്ലല്ലോ. മോഡീനെ എങ്ങനെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാനല്ലേ അവരാദ്യം വിചാരിച്ചാൽ മോഡീനെ പോലെയുള്ള അതിതീവ്ര ദേശീയവാദികളും കോട്ടൻ കോട്ട് വർഗീയവാദികളും. മോഡിക്കുണ്ടായിരുന്ന പേര് അങ്ങനെയാണല്ലോ, വർഗീയവാദി മുമ്പുണ്ടായിരുന്ന പേര്. അങ്ങനെയുള്ള ആളുകൾ മനസ്സിൽ അധികാരത്തിലെത്തിക്കഴിഞ്ഞാൽ അവർ പൊതുവെ അമേരിക്കൻ്റെ പപ്പറ്റായിട്ട് നോക്കി അമേരിക്ക എന്ത് പറഞ്ഞാലും ചെയ്തിടും. പക്ഷേ ഇവർക്കറിയില്ല മോഡി എന്ന് വെച്ചാൽ അയാൾക്കൊരു വിഷൻ ഉണ്ടെന്നും അയാളെ സഹിക്കുന്ന RSSന് അതിലും വലിയ വിഷൻ ഉണ്ടെന്നും ഇവരത് വലിയ ശ്രദ്ധിച്ചില്ല. ഇവർ ഈ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലൊക്കെ ഉള്ള ഈ പപ്പറ്റ് ഭരണകൂടത്തെ പോലെ ഫിനാൻഷ്യനൊക്കെ പോലുള്ള ഒരാളായിരിക്കും മോഡി. അതല്ല മോഡി. അത് പിന്നാണ് അവർക്ക് മനസ്സിലാവുന്നത്. കഴിഞ്ഞ ടൈമിലാണ് അവർക്ക് മനസ്സിലാവുന്നത്. എസ്പെഷ്യലി നോർത്ത് ഈസ്റ്റിൽ ഇങ്ങനെ അലക്ക് തുടങ്ങി. ഹേമന്ത് വിശ്വാസ സമ്മേനെ വെറുതെ അല്ല പിടിച്ചവിടെ ആക്കിയിട്ടത്. കാരണം അവിടെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നല്ലത് ഹേമന്ത് വിശ്വാസ സമ്മേനം അറിയാം. അതുകൊണ്ടാണ് പിടിച്ചിട്ടത്. പിന്നെ ഈ പറഞ്ഞ ഫണ്ടിങ് മൊത്തം അങ്ങനെ ഈ ഇവാഞ്ചലിസ്റ്റുകൾക്ക് വന്ന ഫണ്ടിങ് അങ്ങനെ ബ്ലോക്ക് ചെയ്തു. അപ്പം ഇതെല്ലാം അവരെ ചൊടിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇതൊക്കെ പക്ഷെ നേരിട്ട് അറിയാൻ പറ്റുമോ? അപ്പം പറയുന്നത് എങ്ങനെയാണ്, മുസ്ലിംസിന്റെ പശുവിന്റെ പേരിൽ പശു ഇറച്ചി തിന്നുവെന്ന് മുസ്ലിംസ് തല്ലിക്കൊല്ലുന്നു, മുസ്ലിംസിനെതിരെ ഈ പൗരാവകാശ നിയമം കൊണ്ടുവരുന്നു എന്നൊക്കെ പറഞ്ഞല്ലേ സമരം ചെയ്യുന്നത്. അതാണ് അവർ ഇന്റർനാഷണൽ മീഡിയ പറയുന്നത്. അപ്പോൾ മോഡി വളരെ സൂക്ഷിച്ചാണ് ഇപ്പോൾ നീങ്ങുന്നത്. കാരണം പണ്ടത്തെ പോലെ നീങ്ങാൻ പറ്റില്ല. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം എന്ന് വെച്ചാൽ മോഡി എപ്പോഴും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുക 2ാമത്തെ വർഷം കുടുംബമാണ്. അത് നോട്ട് നിരോധനമാണെങ്കിലും നിങ്ങൾ എല്ലാ പ്രധാനപ്പെട്ട തീരുമാനമാണെങ്കിൽ നമുക്ക് അങ്ങനെ എടുക്കാറുള്ളൂ. എനിക്ക് തോന്നുന്നു ആ പടത്തിൽ കുറച്ച് സ്പീഡിലെടുത്ത തീരുമാനം ഈ കാശ്മീരിൻ്റെ പ്രത്യേക പദവി നിർത്തലാക്കുന്നു. അപ്പോൾ ഈ 2-3 വർഷത്തിന് മോഡി എന്തെങ്കിലും ഈ ഭരണഘടനാ അമെൻഡ്മെന്റ് പോലുള്ള എന്തെങ്കിലും ശ്രമിക്കുമോ എന്ന് ചോദിച്ചാൽ സാധ്യത കുറവാണ്. അങ്ങനെ വരുമ്പം ഇപ്പം തെലുങ്കുദേശം ശ്രമിക്കണമെങ്കിൽ ഭൂരിപക്ഷം ലോക്സഭയിൽ കിട്ടണം. തെലുങ്കുദേശം പാർട്ടിക്കും അതേപോലെ തന്നെ ഈ JDUവിനും മുസ്ലിം വോട്ടുണ്ട്. അത് നെഗറ്റീവായി ബാധിക്കും. അതുപോലെ തന്നെ ഈ ഏക സിവിൽ കോഡ് നടപ്പിലാക്കാൻ സാധ്യത കുറവാണ്. അപ്പോൾ നമ്മൾ മോഡിക്ക് 600 വേണ്ട 300 സീറ്റിൻ്റെ ഏക സിവിൽ കോഡ് മോഡി നടപ്പിലാക്കുമായിരുന്നു. അപ്പം ഇപ്പോഴത്തെ സാഹചര്യത്തെ ബുദ്ധിമുട്ടാണ്.
അതൊക്കെ തന്നെ ഈ ഘടകകക്ഷികളെ നെഗറ്റീവായിട്ട് ബാധിക്കും. അപ്പോൾ അവർ പറയുന്നത് കേൾക്കേണ്ടതായിട്ട്. ഇത്തവണ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, മോഡി ഭരണഘടനയ്ക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത്. മുപ്പതെല്ലാം ഭരണഘടനയ്ക്കായിരുന്നില്ല, ഭാരതീയ സംസ്കൃതി ഞാൻ പൊതുവേ പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ പൊതുവെ കാവ്യമായിരുന്നു കൂടുതൽ ധരിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഇത്തവണ പല പ്രധാനപ്പെട്ട മീറ്റിങ്ങുകളും പച്ച മഞ്ഞയൊക്കെയാണ് ധരിക്കുന്നത്. ഇതൊക്കെ അദ്ദേഹം സിഗ്നൽ കൊടുക്കുന്നതാണ്. അമിത്ഷാ പണ്ടത്തെ പോലെ ചാടിക്കറി വർത്താനം പറയുന്നില്ല ഇപ്പോൾ. അപ്പം മോഹൻ ഭാഗവത്താണ് വളരെ സ്വാഭാവികമായിട്ട് ക്രിട്ടിക്കലായിട്ടാണ് സംസാരിക്കുന്നത്. മോഹൻ ഭാഗവത്തിൻ്റെ കയ്യിലാണ് ഇപ്പം കാര്യങ്ങൾ മൊത്തം. പണ്ട് മോഹൻ ഭാഗവത്തിന് അത്രമാത്രം സ്വാധീനം ഉണ്ടായെന്ന് ചോദിച്ചാൽ നമുക്ക് ഫീൽ ചെയ്യില്ലായിരുന്നു. ഇപ്പം മോഹൻ ഭാഗവത്ത് ഭയങ്കര ഷാർപ്നെസ് വന്നിട്ടുണ്ട്. അപ്പോൾ RSSനെ സംബന്ധിച്ച് RSSന് കുറച്ചുകൂടി ജനങ്ങളെ സ്വീകാര്യത കൂടി എന്നുള്ളതാണ്. RSS ആണ് മോഡിനെ പിടിച്ചു കെട്ടാൻ ആര് എന്നുള്ള ചോദ്യം എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ RSS പിടിച്ചു കെട്ടിയെന്നാണ് ഇപ്പോൾ പൊതുവെ വിശ്വസിക്കുന്നത്. അത് നമ്മൾ വിചാരിച്ച പോലെ അത്ര മോശക്കാരല്ല RSS എന്നുള്ള തന്നെ പല ആളുകളുടെ ഇടയിൽ ഇപ്പോൾ വന്നിട്ടുണ്ട്. ഇതൊക്കെയാണ് ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ്. അതുകൊണ്ട് എനിക്കൊന്ന് ഒരു സ്ലോ പേസ് പോകാനാണ് സാധ്യത. നിർണായകമായ ചില തീരുമാനങ്ങൾ 2-3 വർഷം കഴിയുമ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാം. അത് ഈ പറയുന്ന ഈ പ്രധാനപ്പെട്ട ചില സംസ്ഥാനങ്ങളിലേക്കുള്ള നിയമസഭാ ഇലക്ഷൻ റിസൾട്ട് അത് കഴിഞ്ഞതിനൊക്കെ ശേഷമാണ് അതിൽ വീക്കം ചെയ്യപ്പെട്ട മോഡി ഫർദർ വീക്കം ചെയ്യപ്പെടും. അതല്ല അതിൽ സ്ട്രോങ് ആയിട്ട് BJP അധികാരം നിലനിർത്തുകയും അധികാരത്തിൽ വരികയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ പ്രതിപക്ഷത്തെ ഒന്നും അല്ലെങ്കിൽ സഖ്യകക്ഷികളെ പോലും പരിഗണിക്കണമെന്നില്ല. ഇടക്കാല ഇലക്ഷനിലേക്കും വേണമെങ്കിൽ പോകാം.